بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين. أما بعد. നമ്മൾ ഒത്തുകൂടിയത് അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. പരിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും എത്തിക്കട്ടെ. ചെയ്യുന്ന അമലുകൾക്കൊക്കെ അള്ളാഹുവിൻ്റെ സ്നേഹം കൊണ്ട് അവൻ പരിഗണിക്കുന്ന വലിയ പരിഗണനയുണ്ട്. ആ പരിഗണന നമുക്കും അള്ളാഹു നൽകട്ടെ. പരകോടി സൃഷ്ടികൾക്ക് നരകമോചനം കൊടുത്ത് സ്വർഗം കൊടുക്കുമ്പോൾ നമ്മളെയും അള്ളാഹു ആ സ്വർഗവാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ജാതി മത ഭേദമന്യേ എല്ലാവരും സങ്കല്പിക്കുന്ന ഒരു ലോകമാണ് സ്വർഗം എന്നത്. പുണ്യ റമളാൻ വന്ന അന്ന് മുതൽക്ക് അറിഞ്ഞും അറിയാതെയും നമ്മൾ കൂടുതൽ ചോദിച്ചിട്ടുള്ളത് സ്വർഗത്തെയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. പിന്നെ ചോദിച്ചത് അസ്അലുക്കൽ ജന്ന എന്നാണ്. സ്വർഗമാണ് ചോദിച്ചത്. സ്വർഗം നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കണം. 3 വട്ടം സ്വർഗം തുടരെ തുടരെ ഒരാൾ ചോദിക്കുകയാണെങ്കിൽ 3 വട്ടം സ്വർഗം തുടരെ 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 ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നാൽ 4ാമത് സ്വർഗം പറയും, അല്ലാഹുവേ എന്നെ 3 വട്ടം ചോദിച്ചവനെ എനിക്ക് വേണം എന്ന്. 3 വട്ടം നരകത്തെ തൊട്ട് അഭയം തേടിയാൽ 4ാമത് നരകം പറയും, പടച്ചവനെ 3 വട്ടം എന്നെ വേണ്ടാന്ന് പറഞ്ഞവൻ എനിക്കും വേണ്ട. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ജാതിമത ഭേദമന്യേ എല്ലാവരും സങ്കല്പിക്കുന്ന ആ ലോകം പൊതുവെ എല്ലാവരും ധരിച്ചു വച്ചിരിക്കുന്നതും പഠിച്ചു വച്ചിരിക്കുന്നതും സന്തോഷങ്ങളും സുഖങ്ങളും മാത്രമുള്ള ഒരു ലോകമാണ് സ്വർഗം എന്നതാണ്. അതിൽ മുസ്ലിമീങ്ങളുടെ സങ്കല്പവും മുസ്ലിം അല്ലാത്തവരുടെ സങ്കല്പവും, മതം ഇല്ലാത്തവൻ പോലും സ്വർഗം എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവന്റെ സങ്കല്പവും സുഖങ്ങളും സന്തോഷങ്ങളും മാത്രമുള്ള ഒരു ലോകമാണ് സ്വർഗം എന്നാണ്. അങ്ങനെ സ്വർഗത്തെ സങ്കല്പിക്കുന്നതിൻ്റെ വിപരീത ധ്രുവത്തിൽ നരകത്തെ സങ്കല്പിക്കുന്നതും ഉണ്ട്. നരകത്തെ സങ്കല്പിക്കുമ്പോൾ ദുഃഖങ്ങളും ക്ലേശങ്ങളും വേദനകളും മാത്രമുള്ള ഒരു ലോകം, നരകീയ ജീവിതം എന്നൊക്കെ മതമില്ലാത്തവൻ പോലും പറഞ്ഞാൽ അത് തന്നെയാണ് സങ്കല്പം. അപ്പൊ ഈ രീതിയിൽ മനുഷ്യരിൽ പൊതുവെ ഉള്ള ഒരു കാഴ്ചപ്പാടാണ് സ്വർഗത്തെയും നരകത്തെയും കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഒരുപോലെ എന്നുള്ളത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് സ്വർഗം യഥാർത്ഥത്തിൽ ഉള്ളതാണ്. സ്വർഗം ഉണ്ട് എന്ന് വിശ്വസിക്കൽ ഈമാന്റെ ഭാഗമാണ്. ഈമാന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സ്വർഗത്തിൽ വിശ്വസിക്കുക എന്നത്. ഇനി കേട്ടോളൂ, സത്യവിശ്വാസിയായി ജീവിച്ച് മരിച്ച ആൾക്കാണ് അള്ളാഹു സ്വർഗം നൽകാം. അല്ലാതെ മുസ്ലിമായ എല്ലാവർക്കും സ്വർഗം കിട്ടണമെന്നില്ല. സ്വർഗം കിട്ടുക എന്നത് സത്യവിശ്വാസിയായി ജീവിച്ച് മരിക്കുക എന്ന ആ ദൗത്യത്തിൽ ആര് പൂർത്തീകരണം സാധ്യമായോ അവനിലാണ് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിച്ച് സത്യവിശ്വാസത്തിലായി മരണപ്പെട്ടവർക്ക് അള്ളാഹു കൊടുക്കുന്നൊരു ഔദാര്യമാണ് സ്വർഗം എന്നുള്ളത്. സ്വർഗത്തിലെ സൗകര്യങ്ങളും സ്വർഗത്തിന്റെ സങ്കല്പങ്ങളും നമ്മൾ കണക്ക് കൂട്ടുന്നതിനപ്പുറത്താണ്. ഇത് സംബന്ധമായിട്ട് ഇസ്ലാമിക പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്ന ചെറിയ ചെറിയ തുണ്ടുകളുണ്ട്. പൂർണ്ണമായും പറഞ്ഞു പോകുന്നു എന്നല്ല. സ്വർഗത്തെ പറഞ്ഞാലും നരകത്തെ പറഞ്ഞാലും ആ പറഞ്ഞു വരുന്നതിന്റെ ചെറിയ ചെറിയ തുണ്ടുകളാണ്. പിന്നീട് ചിന്തിക്കലാണ്, ആലോചിക്കലാണ്, ആഗ്രഹിക്കലാണ്, വേദനിക്കലാണ്. സ്വർഗമായാലും നരകമായാലും ഇൻഷാ അല്ലാഹ് ഒരല്പം അതേക്കുറിച്ച് നമുക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകട്ടെ. അമൽ ചെയ്യാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടു തീർക്കാൻ കഴിയാത്തതും ഹൃദയം കൊണ്ട് ആസ്വദിച്ച് തീർക്കാൻ കഴിയാത്തതുമായ ഒന്നാണ് സ്വർഗം. ഒരു പുതിയ വീട് വെച്ചാൽ ആദ്യത്തെ ഒരു 10 ദിവസം എല്ലാത്തിനെയും എല്ലാ ഭാഗവും കാണുമ്പോൾ ഒരു പുതിയ സന്തോഷവും
ഒരു പ്രത്യേക ഇഷ്ടവും എന്തൊക്കെയോ ഒരു വലിയൊരു ആനന്ദത്തിലാണ് ഒരാൾ. 10 ദിവസം കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ പുതിയതിനോടൊന്നും ഒരു പുതുക്കം തോന്നൂല. പിന്നെ അവന്റെ ആ സന്തോഷങ്ങൾ അതിൽ സ്പർശിതമായി എപ്പോഴും നിരന്തരം നിലനിന്നു കൊള്ളണമെന്നില്ല. എന്നാൽ സ്വർഗം അങ്ങനെ എപ്പോൾ കണ്ടാലും ആദ്യമായിട്ട് കാണുന്ന പോലെ തോന്നും. അത് ഒരാഴ്ചയോ 2 ആഴ്ചയല്ല, ഖാലിദീന ഫിഹ, എത്രയോ കാലം. നമുക്ക് പറയാൻ കഴിയാത്ത അത്രയും വലിയ ശാശ്വതമാണ് സ്വർഗം. ആ ഫ്രഷായിരിക്കുന്ന അവസ്ഥ, നമ്മുടെ മനസ്സിൽ അതിൻ്റെ ആ പുതുക്കം, ആ പുതിയ സന്തോഷം, എത്രയോ കാലം നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരു ശാശ്വതമായ കാലം നമുക്ക് ആ പുതുക്കത്തിൽ തന്നെ, സന്തോഷത്തിൽ തന്നെ സ്വർഗം എന്നും നമ്മുടെ മനസ്സിൽ ഒരു പുതിയ അനുഭവമായിരിക്കും എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസുണ്ട്, ഖുദ്സിയായ ഹദീസാണ്. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം ഇരുവരും അവരുടെ സ്വഹീഹുകളിൽ ഈ ഹദീസ് പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഒരു പ്രഖ്യാപനമാണ്. അള്ളാഹു പറഞ്ഞു, അഇദദതു ലിഇബാദി الصالحين ما لا عين رأت ولا أذن سمعت ولا خطر على قلب بشر. എൻ്റെ സ്വാലിഹീങ്ങളായ അടിമകൾക്ക് ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗത്തിന്റെ വിഭവങ്ങളെക്കുറിച്ച് അതിനെ കണ്ടു തീർക്കാൻ ഒരു കണ്ണിനും കഴിയില്ല, അതിനെ കേട്ടാസ്വദിച്ച് തീർക്കാൻ ഒരു കാതിനും കഴിയില്ല, കണ്ണടച്ചിരുന്നിട്ട് മനസ്സുകൊണ്ട് ഇങ്ങനെ സങ്കല്പിക്കാൻ ഒരു മനുഷ്യ ഹൃദയത്തിനും കഴിയില്ല. അത്രയും വലിയ സർപ്രൈസാണ് സ്വർഗം എന്ന് അള്ളാഹുവിന്റെ പ്രഖ്യാപനം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം. ഒരു സൃഷ്ടിക്ക് ഒരു ലിമിറ്റ് ഉണ്ട്, ഒരു കാര്യത്തെ ആഗ്രഹിക്കുന്നതിലും സങ്കല്പിക്കുന്നതിലും കേൾക്കുന്നതിലും പറയുന്നതിലും. ആ ലിമിറ്റേഷൻ അപ്പുറത്തേക്കാണ് അള്ളാഹു സ്വർഗത്തെ അവതരിപ്പിക്കുന്നത്. ഇനി അതിനപ്പുറം പറയാൻ വേറൊന്നുമില്ല. അള്ളാഹുവിന്റെ പ്രഖ്യാപന മിസ്ദാഖു ദാലിക ഫീ കിതാബില്ലാഹ്. എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് സമാനമായ പരിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് സജദയുടെ 17-ാമത്തെ ആയത്ത് ഓതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയ്ൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ഒരു ശരീരത്തിനും തീരെ അറിയില്ല, അള്ളാഹു സർപ്രൈസ് ആക്കി വെച്ചിരിക്കുന്ന, അവൻ അത് കാണുമ്പോൾ അവന്റെ കണ്ണിനിങ്ങനെ കുളിർമ വരുന്ന ആ മഹത്തായ ഭാഗ്യത്തെ ഒരു ശരീരത്തിനും അറിയാൻ കഴിയില്ല. അത്ര വലുതാണ്, മനുഷ്യനെ അറിഞ്ഞു തീർക്കാൻ കഴിയില്ല. അത്രയും വലിയ സൗകര്യമാണ് സ്വർഗം എന്ന് ഖുർആൻ. അള്ളാഹു ഇത് വെച്ചിരിക്കുന്നത് ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അമലുകൾക്ക് അള്ളാഹ് കൊടുക്കുന്ന സമ്മാനമാണ് ഈ സ്വർഗം എന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു തരട്ടെ, അള്ളാഹു നമുക്ക് തരട്ടെ. എന്നാൽ ഈ സ്വർഗത്തെക്കാളും അപ്പുറമുള്ള ഒരു കൂലിയുണ്ട്, അതാണ് നോമ്പിന്റെ കൂലി എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അള്ളാഹു കൊടുക്കാന്ന് വെച്ചാൽ നമ്മൾ കണക്ക് കൂട്ടിയാൽ തീരില്ല. സ്വർഗം എന്നുള്ളത് വെച്ച് നമ്മൾ കണക്ക് കൂട്ടിയിട്ട് സ്വർഗം തന്നെ പറയാൻ കിട്ടണില്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, പരിശുദ്ധ ഹദീസ് പറഞ്ഞത്, അത് പറഞ്ഞാലും തീരൂല, കണ്ടാലും തീരൂല, കേട്ടാലും തീരൂല, ചിന്തിക്കാൻ പോലും നമ്മുടെ മനസ്സിന് കഴിവില്ല അതിനെക്കുറിച്ച്. അത്രയും വലിയൊരു സുഖങ്ങളും സൗകര്യങ്ങളും സന്തോഷങ്ങളുമാണ് സ്വർഗം എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗവാസിയുടെ ഭംഗി എന്താ, എന്തൊരു ഭംഗിയാണ് സ്വർഗവാസിയുടെ ഭംഗി. സ്വർഗത്തിന്റെ ഭംഗി പറഞ്ഞാൽ തീരില്ല. عن معاذ بن جبل رضي الله عنه أن النبي صلى الله عليه وسلم قال يدخل أهل الجنة الجنة جردا مردا مكحلين أبناء 30 أو 33 سنة. ഇമാം തുർമിദി അവിടുത്തെ ജാമിഇലെ ഹദീസ് പറയുന്നുണ്ട്, ഇബ്നു അബീ ശൈബ അവിടുത്തെ മുസന്നഫിൽ പറയുന്നുണ്ട്. എന്താണ് സ്വർഗവാസിയുടെ ഭംഗി? സ്വർഗവാസിയുടെ ഭംഗി യദ്ഖുലു അഹ്ലുൽ ജന്നത്തിൽ ജന്നാ മുർദം ജുർദം മുർദാ. ഒരു 13 വയസ്സുള്ള ഒരു കുട്ടിയെ കണ്ടാൽ ആ കുട്ടിയുടെ സ്കിന്നിന്റെ മൃദുലത എന്തൊരു സോഫ്റ്റ് ആയിരിക്കും. ഒരു പ്രായപൂർത്തിയോടടുത്ത ഒരു 10, 12, 11 വയസ്സൊക്കെ ഉള്ള കുട്ടികളുടെ സ്കിന്നിന്റെ മൃദുലത എന്താണോ, ആ ഒരു കാന്തി എന്താണോ, അതായിരിക്കും സ്വർഗവാസിയുടെ തൊലിയുടെ. ഹബീബായ നബിയുടെ മുന്നിൽ ഒരു ഉമ്മ വന്ന് പറഞ്ഞല്ലോ, എനിക്ക് സ്വർഗം വേണം നബിയെ. റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, വയസ്സന്മാരൊന്നും സ്വർഗത്തിലില്ല എന്ന്. തീർന്നില്ലേ? അവർക്ക് കുറച്ച് ഈമാനുള്ളതുകൊണ്ട് ബോധം കിട്ടുകയാണില്ല. വയസ്സായവരൊന്നും സ്വർഗത്തിലില്ലാതെ റസൂലുള്ളാഹി പറഞ്ഞു.
സ്വഹാബികൾ ഞെട്ടിപ്പോയി. ആ സഹോദരി ചോദിച്ചു, കരഞ്ഞുകൊണ്ട് ചോദിച്ചു, എനിക്ക് സ്വർഗമില്ലേ? അങ്ങേക്ക് ഇല്ല എന്നല്ലല്ലോ പറഞ്ഞത്. വൃദ്ധരായ അവസ്ഥയിൽ ആരും സ്വർഗത്തിലില്ല. എന്തുകൊണ്ട്? കാലപ്പഴക്കം കൊണ്ട് നീ നരക്കണ്ട, 33-ലൊരിക്കലും കവിയണ്ട. അവിടുത്തെ പ്രായത്. അതുകൊണ്ട് പ്രായമായവരൊക്കെ നേരെ മുകളിലേക്ക് പോയവരൊക്കെ പിടിച്ച് താഴേക്ക് ഇറക്കും, താഴെ പ്രായത്തിലുള്ളവരെ പിടിച്ച് മുകളിലേക്കും കയറ്റും. എന്നിട്ട് എത്രത്തിന് നിർത്തും? 30 33. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിന് ക്രീം തേക്കണ്ട. സ്വർഗവാസിക്ക് അള്ളാഹു കൊടുക്കുന്നതിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് ചിന്തിക്കാൻ കഴിയും. ആ മനുഷ്യന്റെ സ്കിന്നിന് അമ്രതായ ആളുകൾ എന്ന് പറഞ്ഞാൽ 12-13 വയസ്സ് വരുന്ന കുട്ടികളുടെ സ്കിന്നിന്റെ മൃദുലത, അതായിരിക്കും സ്വർഗവാസിക്ക് അള്ളാഹു നൽകുക. ഇനി കേട്ടോളൂ. അതുപോലെ തന്നെ ജുർദാണ്. ജുർദ് എന്ന് പറഞ്ഞാൽ രോമങ്ങളൊന്നും അങ്ങനെ വല്ലാതെ രോമങ്ങൾ കൊണ്ട് തിങ്ങി നിൽക്കുന്ന ഒരു പ്രകൃതല്ല. കട്ടത്താടി അങ്ങനെ ഒന്നും രോമങ്ങൾ തിങ്ങി നിൽക്കില്ല. ചില സന്ദർഭങ്ങളിൽ ചില ചെറിയ ചെറിയ ചുരുള രോമങ്ങൾ ഉണ്ടാവാം, അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ചെറിയ ചെറിയ ചുരുള രോമങ്ങൾ, ചുരുണ്ടിരിക്കുന്ന രോമങ്ങൾ, ഇതാണുങ്ങളെ കുറിച്ചായി പറയുന്നത്. അങ്ങനെയാണ് സ്വർഗവാസി. മുകഹലീൻ, സുർമയിട്ട പോലെ അവരുടെ കണ്ണ് എപ്പോഴും നല്ല തടിച്ചിരിക്കുന്ന കറുത്തിരിക്കുന്ന കൺതടങ്ങൾ. അങ്ങനെയുണ്ട്. കണ്ണേ തന്നെ എത്ര തരത്തിലുള്ള സൗന്ദര്യ വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയും. എക്സ്ട്രാ ഈ പോളയിൽ കിളിർത്ത് നിൽക്കുന്ന രോമങ്ങൾക്ക് പുറമെ എക്സ്ട്രാ ഈ ആനയുടെ ചെവി പോലത്തെ എന്തോ സാധനമൊക്കെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ എന്തൊക്കെ സംഭവങ്ങളുണ്ട്. പിന്നെ അതിന് വരയ്ക്കണ പ്രത്യേകതരം പേനകളുണ്ട്. എത്ര സാധനങ്ങൾ അതിന്റെ മുകളിൽ തേക്കണതുണ്ട്, താഴെ തേക്കണതുണ്ട്, എന്തെല്ലാം കാട്ടിക്കൂട്ടുണ്ടെന്ന് ആ കുറഞ്ഞ ഏരിയയില്. സ്വർഗവാസിയുടെ കണ്ണിന് നല്ല തടിപ്പും നല്ല കറുപ്പുമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി അബ്നാ 30. ഒന്നുകിൽ അവരുടെ പ്രായം 30 വയസ്സ്, ഔ 30 സന, അല്ലെങ്കിൽ 33 വയസ്സ്. സയ്യിദുനാ റസൂലുള്ളാഹി. എന്താണ് സ്വർഗവാസിയെ കാത്തിരിക്കുന്നത്? ഖുർആൻ ഒരിടത്ത് പറയുന്ന സ്വർഗമല്ല മറ്റൊരിടത്ത്. എന്തൊരു ഭംഗിയാ സ്വർഗത്തെങ്ങനെ പറയുന്ന ആയത്തുകൾ കണ്ണടച്ചിരുന്ന് ആലോചിച്ചാൽ സ്വർഗത്തിന്റെ സൗന്ദര്യം. നമുക്ക് ചില ആയത്തുകളിലേക്ക് പോകാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അറിയാവുന്ന രണ്ട് കൂടെ ഓതിക്കോട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅസ്ഹാബുൽ യമീൻ മാ അസ്ഹാബുൽ യമീൻ ഫീ സിദ്രിൻ മഖ്ദൂദ് وطلح ممدود وظل ممدود وماء مسكوب وفاكهة كثيرة لا مقطوعة ولا ممنوعة وفرش مرفوعة إنا أرسلناهن إنشاء فجعلناهن أبكارا عربا أترابا لأصحاب اليمين ثلة من الأولين وثلة من الآخرين. അല്ലാഹു അതിൽ ഞങ്ങളെ ഉൾപ്പെടുത്ത് അല്ലാഹ്. ഈ ആയത്ത് ഓതി പറഞ്ഞതിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. വലത്തെ കയ്യിൽ കിതാബ് കിട്ടണം, അള്ളാഹു തരട്ടെ. വലത്തെ കയ്യിൽ കിതാബ് കിട്ടി വലം ഭാഗം കൊള്ളേ യാത്ര തിരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഫരീഖും ഫിൽ ജന്ന വഫരീഖും ഫിസ് സഈർ. വലത്തേക്ക് തിരിച്ചുവിടപ്പെടും, ഇടത്തേക്ക് തിരിച്ചുവിടപ്പെടും. വലത്തേക്ക് തിരിഞ്ഞു പോകുന്നവർ അള്ളാഹു ചേർക്കട്ടെ. ഖുർആൻ പറയുന്നു അസ്ഹാബുൽ യമീൻ. വലം കയ്യിൽ കിതാബ് കിട്ടി വലത്തേക്ക് തിരിഞ്ഞു പോകുന്ന ആളുകൾ അവർ മാ സുഹാബുൽ യമീൻ, എന്തൊരു ഭാഗ്യമുള്ളവരവർ. ഫീ സിദ്രിൻ മഖ്ദൂദ്. അവരെവിടേക്കാ പോകുന്നതെന്നറിയുമോ? മുള്ളില്ലാത്ത ഇലന്ത മരത്തിന്റെ ചുവട്ടിലേക്കാ അവർ പോകുന്നത്. മുള്ളില്ലാത്ത ഇലന്ത മരം, എന്തൊരു ഭംഗിയായ തണൽ മരങ്ങളാണ്. ആ മുള്ളില്ലാത്ത ഇലന്ത മരങ്ങളാൽ സമ്പൽ സമൃദ്ധമായ പ്രകൃതിയെ വർണ്ണിക്കുകയായത് സ്വർഗമാണ്.
പടലകൾ കുലച്ചു നിൽക്കുന്ന കുലയോട് കൂടിയ വാഴത്തോപ്പുകളിലൂടെയാ അവർ പോകുന്നത്. സ്വർഗത്തിന്റെ ചെടിയാ വാഴ ഖുർആൻ, സ്വർഗത്തിന്റെ ചെടിയാ വാഴ പരിശുദ്ധ ഖുർആൻ. നമ്മുടെ പറമ്പിൽ ഒരു വാഴ വേണേ, അത് സ്വർഗത്തിന്റെ അനുഗ്രഹ ചെടിയാണെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ വാഖിഅ. വാഴ വേണം, വാഴ നടാൻ അതിന് മാത്രം ഒന്നും സ്ഥലം. എന്തോ ഒരു പ്രതിരോധം ഈ അന്തരീക്ഷത്തിലുള്ള ഏതോ ഒരു മനുഷ്യന് ഷർറായ ഒരു കാര്യത്തിലുള്ള എന്തോ ഒരു പ്രതിരോധം ഈ വാഴ എന്ന ചെടിയിൽ അള്ളാഹു വെച്ചിട്ടുണ്ടാവും. സ്വർഗത്തിന്റെ ചെടിയാണല്ലോ, സ്വർഗത്തിന്റെ ചെടിയാണ് വാഴ. അത് കുലച്ചു നിൽക്കുന്നു, പഴുത്തു നിൽക്കുന്ന ആ വാഴയുടെ സമ്പൽ സമൃദ്ധമായ തോപ്പുകളിലൂടെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഫീ വളില്ലിൻ മംദൂദ്, വളില്ലിൻ മംദൂദ്, പരന്ന് പടർന്ന നിഴൽ തണലിലൂടെ അവർ പോകുന്നു. സ്വർഗത്തിന്റെ അകത്ത് പകലാണ്, പക്ഷേ വെയിലില്ല, എന്നാൽ തണലാണ്. സ്വർഗത്തിന്റെ അകത്ത് പകലാണ്, പക്ഷേ വെയിലില്ല, തണലാണ്, തണലാണ്, തണലാണ്. അവിരാമം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഇളനീര് തടാകത്തിന്റെ സമീപത്തു കൂടിയാ അവർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വർഗത്തിലേക്ക് ആദ്യം കയറി വരുമ്പോൾ ഒരു വാപ്പയെയും ഉമ്മയെയും അള്ളാഹുവിന്റെ മലക്കുകൾ വിളിച്ചിരുത്തി വെള്ളം കൊടുക്കും. ആ വെള്ളം, ആ നദിയിലെ വെള്ളം ആ വാപ്പാക്കും ഉമ്മാക്കും മാത്രമുള്ളതാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മകൻ പോയി നോക്കി നിൽക്കും, കൊടുക്കൂല, അല്ലെങ്കിൽ കിട്ടാൻ അർഹതയില്ല. സ്വർഗത്തിൽ ആ വാപ്പാക്കും ഉമ്മാക്കും അള്ളാഹു കൊടുക്കുന്ന വെള്ളം, ആ അരുവിയുടെ വെള്ളം ഈ മകന്റെ പേരിൽ കൊടുക്കുന്നതാ. മകൻ ആലിമാണ് എങ്കിൽ ഉഖ്റവിയായ ആലിമായ മകന്റെ വാപ്പാക്കും ഉമ്മാക്കും അല്ലാഹു സ്വർഗത്തിന്റെ ആ നദി പ്രദാനം ചെയ്യുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അത് ആലിമിനുള്ളതല്ല, ആലിമിന്റെ വാപ്പാക്കും ഉമ്മാക്കുമാണ്. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. സ്വർഗത്തിലേക്ക് ആദ്യം കടന്നു വരുന്നോടത്തുള്ള ഒരു സ്വീകരണമായി കണ്ടത് ഇപ്പൊ വാഴയുടെ തോട്ടത്തിലൂടെ അങ്ങനെ നടന്ന് കളകളാരവം ഒഴുക്കുന്ന ആ വെള്ളത്തിന്റെ അരുവി സമൃദ്ധിയുടെ സമീപത്തു കൂടി മെല്ലെ മെല്ലെ മുന്നോട്ട് പോകുന്നു. എന്തൊരു ചൂടുള്ള മഷറ കഴിഞ്ഞു, ഖബറിന്റെ ഞെരുക്കം കഴിഞ്ഞു, ഇരുട്ട് കഴിഞ്ഞു. സ്വർഗത്തിന്റെ വിശാലതയിലെ വെളിച്ചത്തിലെ ഈ സമ്പൽ സമൃദ്ധിയിൽ ഇങ്ങനെ സന്തോഷിച്ച് തുള്ളിച്ചാടി പോവാം. ഓരോ കാഴ്ചകളും കണ്ടതിനേക്കാളപ്പുറം ഇനി അപ്പുറത്തേക്ക് ചൊല്ലുമ്പോ അനുഭവിച്ച സുഖത്തെക്കാളും വലിയൊരു സുഖമാപ്പുറത്തേക്ക് സ്വർഗത്തിന്റെ അകത്തേക്ക് അവർ കടക്കുമ്പോൾ ഒരുപാട് പഴങ്ങൾ അവർക്ക് കാണാൻ കഴിയും, പഴച്ചെടികൾ കാണാൻ കഴിയും. എല്ലാം നിറഞ്ഞേ കണ്ടിട്ടുള്ളൂ, എല്ലാം നിറഞ്ഞേ അവർ കണ്ടിട്ടുള്ളൂ. ആ പഴച്ചെടികളുടെ ഒരെണ്ണം പറിച്ചെടുത്താൽ ആ സമയം തന്നെ അവിടെ മുളച്ചു വരികയാണ്. കിളക്കണ്ട പൂട്ടണ്ട വെയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും. അങ്ങനെയാണ്. ഒരെണ്ണം പറിച്ചാൽ അപ്പൊ തന്നോട് മുളയ്ക്കും. വഫാകിഹത്തിൻ കസീറ ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ. സീസൺ അല്ലാത്ത സമയത്തും ഉണ്ടാകുന്ന പഴങ്ങളാ സ്വർഗത്തിന്റെ പഴം. നമുക്ക് അങ്ങനെ ഉണ്ട്. മകരം വന്നാല മാവ് അങ്ങനെ ഉണ്ടല്ലോ, മാവ് പൂക്കണമെങ്കിൽ മകരം വരണം. അങ്ങനെ മകരത്തിലല്ലേ, അങ്ങനെ ഓരോന്നിനും ഒരു സീസൺ ഉണ്ട്. ഓറഞ്ച് ആ സീസണിലേ കിട്ടൂ, മുന്തിരി ആ സീസണിലേ കിട്ടൂ. സ്വർഗത്തിൻ്റെതെല്ലാം എപ്പോഴും കിട്ടുമെന്ന് ഖുർആൻ. ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ. എടുക്കുന്തോറും ഉപയോഗിക്കും തോറും തീരാത്ത ലോകമേ, സൗഭാഗ്യമേ സ്വർഗം. വഫുറുസും മർഫൂഅ. മേൽത്തട്ടിലെ വലിയ ബാൽക്കണിയിലെ നല്ലൊരു സീൻ കണ്ടു തന്നെ കിടക്കാൻ പറ്റുന്ന വലിയ വലിയ വിരിപ്പുകളും ബാൽക്കണികളുമാ നിന്റെ കിടപ്പറ. അങ്ങനെയുണ്ട്, നല്ല വ്യൂ പോയിന്റാ നിന്റെ കിടപ്പറ. വഫുറുസും മർഫൂഅ.
ഇന്നാ അൻശഅനാഹുന്ന ഇൻശാ ഫജഅൽനാഹുന്ന അബ്കാറ ഉർബൻ അത്റാബൻ ലിഅസ്ഹാബിൽ യമീൻ. ആദ്യം പറഞ്ഞു ആർക്കുള്ളതാണെന്ന്? ഇപ്പൊ നമ്മൾ ആയത്ത് ഓതിയെത്തിയതും വലതുവശത്ത് കൂടെ സ്വർഗപ്രവേശം, വലത്തെ കൈയിലൂടെ കിതാബിന്റെ ലബ്ധി, ഇങ്ങനെയൊക്കെ ഉള്ള ആളുകൾ, അവർക്കാണ് ഈ സൗഭാഗ്യങ്ങൾ അല്ലാഹു വെച്ചിട്ടുള്ളതെന്ന് ഖുർആൻ. ഒരു ശരീരം എപ്പോഴാ വളർന്നു തീരാ? ഭൂമിയിൽ തീരുന്നുണ്ടോ വളർന്നു? ഇല്ല. ഒരു ശരീരം പരിപൂർണമായി വളരുന്നത് സ്വർഗത്തിലേ വളരൂ. ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ചില സ്ഥലത്ത് ചില ചെടി നട്ടു കഴിഞ്ഞാൽ അതങ്ങനെ ശോഷിച്ച് പണ്ട് ഈ ബാൽടിവിയുടെ അസുഖം പിടിച്ച ആളുടെ മാതിരി ചിലപ്പോൾ വാടി കരിഞ്ഞ് കുറച്ച് കളയുമ്പോൾ ഇനി അതിന്റെ ഇടയ്ക്കക്കട അപ്പുറത്തെ വീട്ടിലെ ആട്ടുംകുഞ്ഞു വന്ന് അതിന്റെ 2 ഇലയും കൂടി തിന്ന തീർന്നു, പിന്നെ അത് പോയി. എന്നാൽ ഈ തൊഴുത്തിന്റെ ഒക്കെ സൈഡിൽ കൊണ്ടുപോയി ഒരു കുമ്പളങ്ങക്കുരു വെറുതെ നട്ടാൽ മതി, എന്താവും? അല്ലേ? വളർച്ച രണ്ടും നമ്മൾ കാണാറുണ്ട്. ചിലത് ഉണങ്ങിയിരിക്കും, ചിലത് നന്നായിട്ട്. ശരിക്കും മനുഷ്യ, ഞാനും നിങ്ങളും വളർന്നിട്ടുണ്ടോ? വളർന്ന് അങ്ങോട്ട് വരുമ്പോഴേക്കും തുടങ്ങും കൊളസ്ട്രോള്, ഷുഗർ, പിന്നെ ഈ ദുനിയാവിൽ കിട്ടാവെന്ന് പറഞ്ഞ ആ സൗഭാഗ്യങ്ങളൊക്കെ പകുതിയിലധികം വേണ്ടാന്ന് പറയും ഡോക്ടർ. ഹസീറ ദുനിയാവ് പോയി, ആഖിറത്തിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. എന്നിട്ട് ഈ ജീവിതം വെച്ചുകൊണ്ടാണ് ഈ ആളാവണത്. അങ്ങനെയുണ്ട്. ഒരു ശരീരത്തിന് അതിന്റെ പൂർണ്ണ വളർച്ച കിട്ടണേ അങ്ങനത്തെ മണ്ണ് വേണം. ഈ ലോകത്തെ ഏറ്റവും പൂർണ്ണമായ ശരീര വളർച്ചയുമായി വന്ന ആളാണ് സയ്യിദുനാ ആദം. എവിടുത്തെ പ്രൊഡക്റ്റാ? അലൈഹിസ്സലാം. എവിടുത്തെ ആളാണ്? സ്വർഗത്തിൽ നിന്ന് വന്ന ആളാണ്. സാധാരണ സിസ്റ്റം എന്താ? ഭൂമിന്ന് സ്വർഗത്തിലേക്ക് പോകും. എന്നാൽ സ്വർഗത്തിൽ നിന്ന് വന്ന ആളെ പോലെ ആ സ്വർഗത്തിലേക്ക് ഇപ്പൊ നമ്മ കയറാൻ പോകുന്നത് എന്തേ? അവിടെ അങ്ങനെയാണേ. അങ്ങോട്ട് പോണെങ്കിൽ ആ ഒരു ശരീരത്തിൽ എല്ലാം ഒരുപോലെ ഇരിക്കുന്ന മനുഷ്യന്മാർ. സ്വർഗത്തിലെ ശരീരത്തിന്റെ ഭാഷയെ കുറിച്ച് പറഞ്ഞു സയ്യിദുനാ റസൂലുള്ളാഹി عن أنس بن مالك رضي الله عنه قال النبي صلى الله عليه وسلم يبعث أهل الجنة على صورة آدم. ആദം നബിയുടെ ശരീരരൂപമായിരിക്കും സ്വർഗത്തിലേക്ക് പോകുന്ന ആൾക്ക് അല്ലാഹു നൽകാ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആദം നബിയുടെ ശരീരത്തിന്റെ രൂപം 60 ദിറാ, 60 മുഴം. 60 മുഴം. ആദം നബിയുടെ കാലടയാളൊക്കെ ഭൂമിയിലുണ്ട്. പന്തലായിനി കൊല്ലം പാറപ്പള്ളിയില് മഹാനവരകളുടെ കാലടയാളമാണെന്ന് ഇബ്നു ബത്തൂത്തയെ പോലെയുള്ളവർ ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്തൊരു നീളമുള്ള കാൽപാദമാണ്! 60 മുഴം നീളമാണ് ആദം നബിയുടെ ഉയരം. ആ ഉയരത്തിലായിരിക്കും ഒരാൾക്ക് സ്വർഗപ്രവേശം. സയ്യിദുനാ റസൂലുള്ളാഹി. വയസ്സാകട്ടെ ഫീ മീലാദി ഈസാ 33. ഈസ നബിയെ ഇവിടെ നിന്ന് ഉയർത്താൻ നേരം അല്ലാഹു മഹാനവറുകൾക്ക് നിശ്ചയിച്ച വയസ്സ് എന്നത് പ്രധാന അഭിപ്രായം 33 വയസ്സാ. ഒരു പ്രധാന അഭിപ്രായം 33 വയസ്സ്. ഒരു അഭിപ്രായത്തിന് 40 വയസ്സുണ്ട്. നുബുവത്ത് വേണമല്ലോ. ഈസ നബിയുടെ പ്രായം എന്ന് പറയപ്പെടുന്ന ഒരു പ്രായം 33 വയസ്സാണ്. സ്വർഗവാസിയുടെ വയസ്സ് അതാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ജുർദം മുർദം മുകഹലീൻ. സ്കിന്നെല്ലാം ഒരു 13 വയസ്സുകാരന്റെ ആ കാന്തി നിറഞ്ഞു നിൽക്കുന്ന സ്കിന്നാണ്. തൊലിയെല്ലാം അങ്ങനെ, ചർമ്മത്തിന്റെ കാന്തി അങ്ങനെ. അതുപോലെ രോമം തിങ്ങി നിന്നുകൊണ്ട് ഒരു വൃത്തികേട് പോലെയില്ല, എന്തോ ഒരു ഭംഗിയാണ്. മാത്രവുമല്ല കണ്ണുകൾക്ക് തടിപ്പും സുറുമയുടെ കറുപ്പുമാണ്. സുമ്മ യുദ്ഹബു ബിഹിം ഇലാ ശജറത്തിൻ ഫിൽ ജന്നാ ഫയുക്സൗന മിൻഹാ. സ്വർഗത്തിൽ അവർ കടന്നു ചെല്ലുമ്പോൾ തന്നെ ഒരു വലിയ മരത്തിന്റെ ചുവട്ടിലേക്ക് അവരെ കൊണ്ടുപോകപ്പെടും. അവർക്ക് കുടിക്കാനുള്ളത് അവിടെ കൊടുത്തുകൊണ്ട് തുടങ്ങും. ലാ തബ്ലാ സിയാബുഹും. സ്വർഗത്തിൽ അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രം തേച്ച് വെച്ച ഇസ്തിരി ഇട്ടതിന്റെ ചുളുക്ക് ചുളുങ്ങിപ്പോകുന്നതല്ല. ഇസ്തിരി ഇട്ടതിന്റെ ഒരു വടിവുണ്ടല്ലോ, അത് ചുളുങ്ങി പോകില്ല. എത്ര കാലം കഴിഞ്ഞാലും അതങ്ങനെ തന്നെ ഇരിക്കും. ലാ യഫ്നി ശബാബുഹും. അവരുടെ യൗവനത്തിൽ ഒരു കൂടലും വരുന്നില്ല, ഒരു വർധനവില്ല. യൗവനം അങ്ങനെ തന്നെ നിൽക്കുന്നു, അങ്ങനെ തന്നെ നിൽക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സൂറത്തുൽ വാഖിഅയുടെ വ്യാഖ്യാനം ഇബ്നു കസീർ ഈ ഹദീസ് പറയുന്നുണ്ട്. അങ്ങനെയാണ്.
ഈസാ നബി ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടത് 33 വയസ്സ്, 34 വയസ്സ്, 40 വയസ്സ് എന്നൊക്കെ അഭിപ്രായം ഉണ്ട് കേട്ടോ. അതാണ് സ്വർഗവാസിയുടെ വയസ്സായി പറയുന്നത്. നീ നോക്കൂ, സ്വർഗത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആദം നബിക്ക് ഒരു ഓമന പേരുണ്ട്. സ്വർഗത്തിൽ ആർക്കും ഓമന പേരില്ല. എല്ലാവർക്കും സ്വന്തം പേരാ ഉള്ളത്. നമുക്ക് നാട്ടിലുണ്ട് കുറെ ഓമന പേര്, നാട്ടുകാരെ വിളിക്കുന്നത്, കൂട്ടുകാരെ വിളിക്കുന്നത്. അപ്പുറത്തെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുമ്പോ അന്നേരം വിളിക്കണം. അന്ന് മാത്രം പറയുന്ന ചില പേരുകളുണ്ട്. ഓരോ മനുഷ്യന്മാർക്ക് ദുനിയാവിൽ പല പേരുകളാ. അസ്മാ ഉൻ ഷത്ത, വ്യത്യസ്തങ്ങളായ പേരുകളാ. സ്വർഗത്തിൽ ഒറ്റ പേരേ ഉള്ളൂ. ഒരു മനുഷ്യന് സ്വർഗത്തിൽ ഒറ്റ പേരേ ഉള്ളൂ. അത് അള്ളാഹു ഇഷ്ടപ്പെട്ട ആ പേര്. ആ ജീവിതത്തിൽ പലരും പലതും വിളിച്ചിട്ടുണ്ടാവും. ഉമേറിനെ വിളിച്ചിരുന്നു അബൂ ഹുറൈറ എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മഹാൻ അവിടെ വിളിക്കുക അബൂ ഹുറൈറ എന്ന. അങ്ങനെയായിരിക്കും അള്ളാഹുവിന് ഇഷ്ടമായത് ഏതൊരു പേരാണോ. നശിച്ചവനെ ഇബ്ലീസ് എന്നൊക്കെ മക്കൾ വിളിക്കുമ്പോൾ ആലോചിച്ച് നോക്കണം കേട്ടോ. ആ പേരുള്ള ആളൊന്നും അങ്ങോട്ട് പോവില്ല. കാരണം ഇബ്ലീസ് എന്ന് വിളിച്ച് അള്ളാഹു എന്തായാലും ഇഷ്ടപ്പെടൂല. അങ്ങനെ പേരുള്ള ഒരു ക്വാളിറ്റിയിലുള്ള ഒരാൾ വളർന്നു വന്ന് ഇബ്ലീസ് എന്ന് മക്കളെ വിളിക്കാൻ കൊള്ളില്ലല്ലോ, ശൈത്താനെന്ന് വിളിക്കാൻ കൊള്ളില്ലല്ലോ. കാരണം അത് ശപിക്കപ്പെട്ടവനെന്നാണല്ലോ അതിനർത്ഥം. അത് ശപിച്ച് പറയും പോലെയല്ലേ. എന്തായാലും സ്നേഹത്തോടുകൂടെ ഉമ്മാടെ മോനെ ഇബ്ലീസ് ഇവിടെ വന്നേടാന്ന് വിളിക്കില്ലല്ലോ. എന്തേ? അതൊരു ശകാരിച്ച് ദേഷ്യം പിടിച്ച് പ്രാഗി നേർന്ന് വിളിക്കുന്ന ഒരു പേരാണിത്. ഇവിടെ ശൈത്താനെന്ന് വിളിക്കാൻ. അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അതൊരു ശാപം സംഭവിച്ച പോലെയാ. സ്വർഗത്തിൽ ആർക്കും ഒരു ഓമന പേരില്ല, ഒരു ഇരട്ട പേരില്ല, സ്വന്തം പേര് മാത്രം. ആധാറിൽ തന്നെ പേര് പല കോലത്തിലാണ് കിടക്കുന്നത്. ഇൻഷ്യലുള്ളത് ഇല്ലാത്തത് എന്തെല്ലാം എടുങ്ങേറ് കുലുമാലിൽ നമ്മൾ കിടക്കുന്നത്. സ്വർഗത്തിലേക്ക് എത്തിയാൽ നമ്മുടെ ഒറിജിനൽ പേര് അവിടെ നമ്മുടെ രേഖകൾക്കൊന്നും ഒരു പ്രശ്നമല്ല. സ്വർഗവാസിയുടെ പേരുകൾ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു. സൂറത്തുൽ ബഖറയുടെ വ്യാഖ്യാനം ദുറുൽ മൻസൂർ ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ രേഖപ്പെടുത്തുന്നു. സ്വന്തം പേരുകൊണ്ട് മാത്രം അറിയുന്നവരാ സ്വർഗത്തിൽ ഓരോരുത്തരും. ഭൂമിയിൽ അങ്ങനെയല്ല. വാപ്പാടെ പേര് വേണ്ടി വരും. ചില പഴയ ആധാരം എടുത്താൽ അല്ലെ, ഒരു പ്രധാന രേഖയാണല്ലോ പഴയ ആധാരം. അതെടുത്താലോ ആധാർ കാർഡ് തന്നെ നോക്കും. സൺ ഓഫ് ഒരു പേരുണ്ടാവും. ആശുപത്രി തന്നെ ആണെങ്കിൽ ബേബി പേരിട്ടിട്ടില്ലെങ്കിൽ തന്നെ ഉമ്മയുടെ പേരിട്ടിട്ട്, അല്ല അങ്ങനല്ലേ, ഉമ്മയുടെ പേര് കൂട്ടിയിട്ട് ഇപ്പുറത്ത് ബേബി എന്നിടും. ആശുപത്രിയിലെ കൊച്ചിന് പേരിട്ടില്ല, അപ്പോഴും ഒരു പേര് കൂടെ വേറെ വേണം. ഇതാണ് അവസ്ഥ. സ്വർഗത്തിൽ ആർക്കും അവനവന്റെ സ്വന്തം പേരല്ലാതെ മറ്റൊരു പേരില്ലെന്ന് പുണ്യനബി. എന്നാൽ ഖബറിൽ ഉമ്മാന്റെ പേരുണ്ട്. ഖബറിൽ വിളിക്കപ്പെടുന്ന ഉമ്മാടെ പേര് ചേർത്തിട്ടാ. യാ ഇബ്ദല്ലാഹ് ഇബ്ന അമത്തില്ലാഹി ഫാത്തിമ. ഭൂമിയിൽ നിന്നെ പെറ്റ ഉമ്മയുടെ പേര് ഫാത്തിമ എന്നാണെങ്കിൽ ഫാത്തിമയുടെ മോനെ എഴുന്നേൽക്കുന്ന വിളിക്കാം. ഖബറിൽ ഒരാളെ വിളിക്കുന്ന പേര് ഉമ്മാന്റെ പേരിന്റെ കൂടെ, പൊതുവെ ഒരു പേര് വാപ്പാന്റെ പേരിന്റെ കൂടെ ആ ചേർത്ത് വിളിക്കുക. എന്നാൽ ഖബറിൽ അവനെ വിളിക്കുന്നത് ഉമ്മാന്റെ പേരിന്റെ കൂടെ. ഔകമാ ഖാല റസൂലുള്ളാഹി, തൽക്കീനോതുമ്പോൾ ഉമ്മാടെ പേര് ചേർത്ത് വിളിക്കും. സ്വർഗത്തിൽ എല്ലാവർക്കും സ്വന്തം പേര് ഇല്ല. ആദം നബിയുടെ സ്വന്തം പേരല്ല. സ്വർഗത്തിൽ ആദം നബിക്ക് സ്വന്തം പേരിലല്ല വിളി വരുന്നത്. ആദം നബിയെ പേരക്കുട്ടിയുടെ വാപ്പ എന്ന പേരിൽ. ആ പേരക്കുട്ടി ആരാ? നബി മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് നബിയുടെ വാപ്പ എന്ന ആദം നബിയെ സ്വർഗത്തിൽ വിളിക്ക. എന്തുകൊണ്ട്? ആദം നബിയുടെ ഹിസ്റ്ററിയിൽ ഈ സ്വർഗത്തിൽ ആദം എന്ന പേരിൽ മുമ്പ് കഴിഞ്ഞ കാലഘട്ടത്തിൽ അള്ളാഹ് വിലക്കിയ കനി കഴിച്ചതിന്റെ ഒരു റിമാർക്ക്. അത് തിരുത്താൻ ഇനി അപ്പുറം ആദം എന്ന പേര് മറന്നേക്കോ. പിന്നെ വിളിക്കേണ്ടത് അബാ മുഹമ്മദ്, അബാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. സ്വർഗത്തിലും ആ പേര് കൊണ്ട് അന്തസ് നടിക്കും മഹാനായ ആദം. ഇത് നമ്മുടെ ആദം നബി. ഏത് ആദം നബി? പണ്ട് സ്വർഗത്തിൽ നിന്ന് അങ്ങനെയൊന്നും ആർക്കും ചിന്ത തന്നെ വരില്ല. എന്താ ഇത്? മുഹമ്മദ് നബിയുടെ പിതാവ് ആദം നബിയാണ്. അതെയോ? ആണല്ലോ. സ്വർഗത്തിൽ വെച്ച് നെറ്റിത്തടത്തിലേക്ക് മുഹമ്മദ് നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകാശത്തെ അള്ളാഹു വെച്ചുകൊടുത്ത് സ്വർഗത്തിൽ നിന്നും ആ പ്രകാശത്തെ ഭൂമിയിലെത്തിച്ച അബാ മുഹമ്മദാണ് വരുന്നത്, അബൂ മുഹമ്മദാണ് വരുന്നത്, അബി മുഹമ്മദാണ് വരുന്നത്. ആദം നബിയുടെ പേരങ്ങോട്ട്
കാരണം അത് പറഞ്ഞ ആദം നബി അന്തസ് നടിക്കും. സല്ലല്ലാഹു അലാ മുഹമ്മദ്. കേട്ടോളൂ, വലൈസാഹദും മിനൽ ജന്നതി ഇല്ലാ വഹും ജുർദും മുർദുൻ ഇല്ലാ മാ കാന മിൻ മൂസ ഇബ്നു ഇമ്രാൻ ഫഇന്ന ലഹിയതഹു തബ്ലുഗു സുറത. മൂസാ നബിക്ക് ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ നല്ലോണം രോമമുണ്ടായ ശരീരമാണ് മൂസ നബിയുടെ രോമം. നല്ല ബലമുള്ള രോമ. 2 വസ്ത്രം എപ്പോഴും ഇടണം, അല്ലെങ്കിൽ തുറിച്ച് പുറത്തേക്ക് വരും. 2 കോട്ടിട്ട് എപ്പോഴും നടക്കാം. എന്നാൽ മൂസ നബിക്ക് അത്ര രോമമുണ്ടെങ്കിലും താടി കുറവായിരുന്നു. എന്തൊരു രൂപമായിരിക്കും. എല്ലാ സ്ഥലത്തും നല്ല രോമം, പക്ഷെ താടി. അള്ളാഹുവോടൊരു ചെറിയ വിഷമം മഹാനവരുകൾ ബോധിപ്പിച്ച പോലെ സ്വർഗത്തിൽ ആരുടെയും കവിൾത്തടത്തിൽ താടിരോമം കണ്ടെന്ന് വരില്ല. പക്ഷേ പൊക്കിള് വരെ താടി നീണ്ടു നിൽക്കുന്ന സ്വർഗത്തിന്റെ അനുഗ്രഹീതമായ രൂപത്തിൽ ഒരു മനുഷ്യൻ അവിടെ കാണാം. ആ മനുഷ്യനായിരിക്കും സയ്യിദുനാ മൂസ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി. എന്താണ് സ്വർഗത്തെ കാണിച്ചു തരല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സ്വർഗത്തിലേക്ക് കടന്നു ചെന്നാൽ അഭിപ്രായ വ്യത്യാസമല്ല. ഇത്ര ആള് കൂടുന്ന സ്ഥലമല്ലേ, ആ ബെഞ്ച് അവിടെ എടുക്കാം, ഇവിടെ ആ കസേര, എല്ലാത്തിലും അഭിപ്രായ വ്യത്യാസം. ഒന്നും അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒന്നും, അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒന്നും ഇല്ല. അത് ഏത് കാര്യം എടുത്താലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഒരുമയുള്ള മനസ്സൊരൊറ്റ മനസ്സായിരിക്കും. സ്വർഗത്തിലെ ആളുകൾക്ക് പല ശരീരങ്ങളും ഒറ്റ മനസ്സും. അത് കാരണം അത് കുശുമ്പില്ലാത്ത ലോകമായതുകൊണ്ടാണല്ലോ അതിനെ സ്വർഗം എന്ന് വിളിച്ചത്. കുശുമ്പില്ലാത്ത ലോകമായതുകൊണ്ടാണല്ലോ അതിനെ സ്വർഗം എന്ന് വിളിച്ചത്. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം ഒരു ഹദീസ് പറയുന്നത് കേട്ടോളൂ. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു قال النبي صلى الله عليه وسلم أول زمرة تدخل الجنة على سورة القمر ليلة البدر. സ്വർഗത്തിലേക്ക് ആദ്യം കടന്നു പോകുന്ന ആളുകൾ, മഹ്ശറയുടെ കൂട്ടം, ആദ്യം പോകേണ്ട ആളുകളെ വിളിക്കും. ഞാൻ ഒരു ദിക്ർ പറഞ്ഞു തരാം, ആ ദിക്ർ ജീവിതത്തിൽ കൂടുതൽ ചൊല്ലിയവരാണ് ആദ്യം പോകുന്നവരെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അവ്വലു മൻ യുദ്ആ ഇലൽ ജന്നത്തി അൽ ഹമ്മാദൂൻ. സ്വർഗത്തിലേക്ക് ആദ്യം കടക്കുന്നവർ കൂടുതൽ ചൊല്ലിയ ദിക്ർ അൽഹംദുലില്ലാഹ് നബി മുഹമ്മദ് മുസ്തഫ. അൽഹംദുലില്ലാഹ് കൂടുതൽ ചൊല്ലിയാൽ ആദ്യം പോകുന്ന ബാച്ചിൽ കയറാം. അങ്ങനെയുണ്ട്. നമ്മൾ ഈ ഹജ്ജിനൊക്കെ പോകാൻ നേരത്ത് ആ വിമാനത്താവളത്തില് എയർപോർട്ടിലേക്ക് കൊണ്ടുപോകണം. ഏതായാലും ബസ്സിലാണല്ലോ പോകുന്നത്, ഫ്ലൈറ്റ് കയറാൻ വേണ്ടിട്ട് പോകുന്നത്. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യാ, ആദ്യം ഒരു 60 പേരെ അല്ലെങ്കിൽ 40 പേരെ ഇങ്ങനെ. അത് ആരാ ആദ്യം എല്ലാരും പോകുന്നത് ഒരു ഫ്ലൈറ്റിലേക്കാണ്. എന്നാലും ആദ്യം ആ തിക്കിന്ന് ആദ്യം പോകാൻ പറ്റുന്നവര് ആദ്യം പരിഗണിക്കാൻ. മജ്‌ലിസുൻ നൂർ കഴിഞ്ഞ അന്നദാനം ഉണ്ട്. ആദ്യം കിറ്റ് കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ. ആദ്യം പോവാൻ കഴിയുന്നത് വസാബിഖൂന അസ്സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ. ആദ്യം കടന്നു പോകുന്നവർ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആദ്യം പോകുന്നവരെ കാണാൻ നല്ല രസം. എങ്ങനെയാണെന്നറിയോ? അവരെ കാണുമ്പോ നമുക്ക് അന്നേരം തോന്നാ നല്ല നിലാവില് പരിപൂർണ ചന്ദ്രൻ എങ്ങനെയോ ആ ഭംഗിയായിരിക്കും ആദ്യം സ്വർഗത്തിൽ പോകുന്ന ആളുകൾക്ക്. ദൂരെ നോക്കുമ്പോ അങ്ങനെ കാണാൻ കഴിയുക എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ ബാച്ച് പോകുമ്പോ അവരെ നോക്കുമ്പോ നമുക്ക് കാണാം വല്ലദീന അലാ ഇത്രിഹിം. ആദ്യത്തെ ബാച്ചിന്റെ പിന്നാലെ രണ്ടാമത്തെ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ സ്വർഗത്തിലേക്കാണ് പോകുന്നത്. അവരെ കാണുമ്പോ കഅസദ്ദി കൗകബിൻ ഇലാ, ആകാശത്തിലെ ഏറ്റവും വെളിച്ചമുള്ള ഏതോ ഒരു നക്ഷത്രത്തെ കണ്ടാൽ എങ്ങനെയാണോ അങ്ങനെ വരാം. വെളിച്ചം അങ്ങനെ കുറഞ്ഞു വരാം. ആകാശത്തിലേക്ക് നോക്കിയപ്പോ ആ പരിപൂർണ ചന്ദ്രനെ മറ്റു നക്ഷത്രങ്ങളുടെ ഇടയിൽ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റുന്ന പോലെ ഒന്നാമത്തെ ബാച്ച് പോകും. രണ്ടാമത്തെ ബാച്ച് പോകുമ്പോ ഇനിയുള്ള ചന്ദ്രൻ അങ്ങോട്ട് പോയി കഴിഞ്ഞു, ഇനി ആകാശത്ത് നക്ഷത്രമുള്ള അതിലെ ഏറ്റവും വെളിച്ചമുള്ള ഒരു നക്ഷത്രം എങ്ങനെയോ അതുപോലെ ആയിരിക്കും രണ്ടാമത്തെ ബാച്ചിനെ കാണാൻ നമുക്ക് പറ്റാ എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുലൂബുഹും അലാ ഖൽബി റജുലിൻ വാഹിദ്. സ്വർഗ്ഗത്തിലേക്ക് എത്തുന്ന എല്ലാവർക്കും ഒറ്റ അഭിപ്രായമാവുള്ളത്. ലഖ്തിലാഫ ബൈനഹും വലാ തബാഗുല. അവർക്കിടയിൽ പരസ്പരം കോപിക്കലില്ല, അവർക്കിടയിൽ പരസ്പരം അഭിപ്രായ വ്യത്യാസമില്ല.